രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ഇൻ ദ പിക്ചർ? നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? ഈ ഒരു പിക്ചറിൽ കാണുന്ന ഈ ഒരു സ്ക്വയർ ഇല്ലേ, ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്? ഇതിന്റെ സൈഡ് ലെങ്ത് എത്രയാണെന്നും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫിഗർ അനലൈസ് ചെയ്യുവാണെങ്കിൽ നോക്കേ, ഇതൊരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിനോട് ചേർന്ന് തന്നെ നമുക്ക് എന്തും കാണാൻ പറ്റും, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളും കാണാൻ പറ്റും അല്ലേ? നമുക്കൊരു സ്ക്വയറും ഉണ്ട്, അതിനോട് ചേർന്ന് തന്നെ അതിന്റെ സൈഡ് ലെങ്ത് ആയിട്ട് ഇങ്ങനെ ഹൈറ്റ് വരുന്ന ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളും കാണാൻ വേണ്ടി പറ്റും. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് 3.5 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്, ബേസ് 1.5 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഇത്രയും വെച്ചിട്ട് നമ്മൾ ഈ സ്ക്വയറിന്റെ ഏരിയയും കാണണം, ഈ ഒരു സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് കാണണം. ഓക്കെ, നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് ആദ്യം ഒരു പേര് കൊടുക്കാം, എ ബി സി ഡി ഇ. നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് എ സി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പൈതഗോറസ് തിയറം ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അപ്ലൈ ചെയ്യാമല്ലോ. ഈ ഹൈപ്പോട്ടന്യൂസും ബേസും തന്നിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള എ സി കണ്ടുപിടിക്കണം. ബൈ പൈതഗോറസ് തിയറം എ സി ഈസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലേ? ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എ ബി. അപ്പൊ എ ബി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ. എ ബി സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 3.5 സ്ക്വയർ മൈനസ് ബി സി എന്ന് പറയുന്നത് 1.5 സ്ക്വയർ. നമുക്ക് ഈ 3.5ന്റെയും 1.5ന്റെയും സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ഒന്ന് പറഞ്ഞുതരാം. 3.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 3.5 ഇൻറ്റു 3.5 എന്നല്ലേ അതിന്റെ അർത്ഥം. അതായത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ ഈ ഡെസിമൽ ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 35 ഇൻറ്റു 35, 5 5s are 25, 5 3s are 15, 6 plus 2 17, 5 3s are 15, 3 3s are 9, 10. ഈ ആഡ് ചെയ്യുമ്പോൾ 5 7 plus 5 12 2, അപ്പോൾ 1225 എന്ന് കിട്ടി. അത് 35 ഇൻറ്റു 35 ആണ്. 3.5 ഇൻറ്റു 3.5 എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട് എത്ര ഡെസിമൽ പ്ലേസസ് ഇവിടെ ഉള്ളത്? 1 2 ഡെസിമൽ പ്ലേസസ് ആണുള്ളത്. അപ്പൊ നമ്മൾ 2 സ്ഥാനം ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി 2 സ്ഥാനം പോയിന്റ് ഇടുക. അപ്പൊ 3.5 ഇൻറ്റു 3.5 എന്ന് പറഞ്ഞാൽ 12.25 എന്ന് കിട്ടി. അപ്പൊ ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 12.25 മൈനസ് ഇതേപോലെ നമുക്ക് 1.5ന്റെ സ്ക്വയറും കാണാൻ പറ്റും. എങ്ങനെയാ നോക്കിയേ, 1.5ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1.5 ഇൻറ്റു 1.5 അല്ലേ? അപ്പൊ ഇത് കാണാൻ വേണ്ടി നമ്മൾ ഏറ്റവും അത് ഡെസിമൽ മാറ്റിയിട്ട് 15 ഇൻറ്റു 15 എത്രയാണെന്ന് കാണുക. 5 5s are 25, 7 5 1s are 5, 1 1s are 1, 5 7 plus 5 12, 225 എന്ന് കിട്ടി. 15 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 225 ആണ്. നമുക്ക് 1.5 ഇൻറ്റു 1.5 അല്ലേ കണ്ടേ? എത്ര ഡെസിമൽ പ്ലേസ് ഉള്ളത്? 2 ഡെസിമൽ പ്ലേസ്. അപ്പൊ 2 ഡെസിമൽ സ്ഥാനം ഇങ്ങോട്ട് മാറ്റി നമ്മൾ എന്തിടുക? പോയിന്റ് ഇടുക. എത്ര കിട്ടി? 2.25 എന്ന് കിട്ടി. 2.25 എന്ന് കിട്ടി. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 12.25 മൈനസ് 2.25 എത്രയെന്ന് കാണണം. 12.25 മൈനസ് 2.25 നമ്മൾ ഈ ഡെസിമൽ ഇട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡെസിമൽ എല്ലാം ഒരേ ലൈനിൽ ഇങ്ങനെ വരണം. നമ്മൾ എങ്ങനെയാ 2.25 എഴുതുന്നത്? ഈ രീതിയിൽ വേണം 2.25 എഴുതാൻ. എടുത്തെഴുതുന്നതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആൻസർ കിട്ടത്തില്ല. ഇനി സബ്ട്രാക്ട് ചെയ്യുക. 5 മൈനസ് 5 0, 2 മൈനസ് 2 0, ഡെസിമൽ അതേപോലെ എഴുതുക. 2 മൈനസ് 2 0, 1 മൈനസ് 0 10. അപ്പൊ നമുക്ക് എത്രയെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. സ്ക്വയർ റൂട്ട് ഓഫ് 10 എന്ന് കിട്ടി. അതായത് ഈ എ സി എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്ററാ? √10 സെന്റിമീറ്റർ ആണ്. അപ്പോ ഈ ഒരു സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് √10 എന്ന് കിട്ടി. സൈഡ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് സൈഡിന്റെ സ്ക്വയർ ആണ്. അതായത് √10 സ്ക്വയർ. √10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായോ? അപ്പോ ഈ ഒരു സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് എത്രയാണ്? ലെങ്ത് ഓഫ് ദി സൈഡ് എന്ന് പറയുന്നത്, അതായത് ലെങ്ത് ഓഫ് സൈഡ് എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി നമുക്ക്? √10 സെന്റിമീറ്റർ എന്നും കിട്ടി. അതുപോലെ തന്നെ ഏരിയ ഓഫ് ദി സ്ക്വയർ, ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയെന്നും കിട്ടി? ഏരിയ ഓഫ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 10 സെന്റിമീറ്റർ സ്ക്വയർ എന്നും കിട്ടി. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്ത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ആൻഡ് ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ് ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ.
നമുക്ക് കുറച്ച് 3 പിക്ചേഴ്സ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത്. അതിനകത്ത് ഒരെണ്ണമാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പോൾ ഓരോ ഫിഗറിലും നമുക്ക് എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് ദി സ്ക്വയർ, ആ ഫിഗറിൽ തന്നേക്കുന്ന സ്ക്വയറിന്റെ ഏരിയയും കണ്ടുപിടിക്കണം. ആൻഡ് ദി ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്, അതിന്റെ സൈഡിന്റെ ലെങ്ത്, ഈ ഒരു സ്ക്വയർ ഉണ്ടല്ലോ ആ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത്തും നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ നോക്കിയേ, ഇതിനകത്ത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ട്. അതിന്റെ രണ്ട് സൈഡ്, ഒരു സൈഡ് 1 മീറ്റർ ആണ്, ഈ സൈഡും 1 മീറ്റർ ആണ്. പിന്നെ അത് കഴിഞ്ഞത് ഇവിടെയും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ, അതിന്റെ ഈ ഒരു സൈഡ് 1 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്ക്വയറും ഉണ്ട്. അപ്പൊ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഈ സ്ക്വയറിന്റെ സൈഡ് ലെങ്തും കണ്ടുപിടിക്കണം, അതിന്റെ ഏരിയയും കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഇതിന് പേര് കൊടുക്കാം. എ ബി സി ഡി ഇ എഫ്. ഓക്കെ, നമ്മൾ പേര് കൊടുത്തു. ഇനി നമുക്ക് നോക്കിയേ, കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. ഈ ട്രയാങ്കിൾ എ ബി സി ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണല്ലോ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ എ സി എന്ന് പറയുന്ന സൈഡ് ലെങ്ത് കണ്ടുപിടിക്കാമല്ലോ. എ സി ഹൈപ്പോട്ടന്യൂസ് അല്ലേ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതുകൊണ്ട് എ സി എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പൈതഗോറസ് തിയറം വെച്ചിട്ട് എ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ, അതായത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. അപ്പോൾ എ ബി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ പ്ലസ് ബി സി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. ഇസ് ഈക്വൽ ടു റൂട്ട് 2 മീറ്റർ എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പൊ ഈ എ സിയുടെ ലെങ്ത് എത്രയെന്ന് കിട്ടി? റൂട്ട് 2 മീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. ഇവിടെയാണ് 90 ഡിഗ്രി വരുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന് എന്ത് അപ്ലൈ ചെയ്യാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഈ ഒരു സൈഡ് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, നമ്മൾ ഇനി അടുത്തത് കൺസിഡർ ട്രയാങ്കിൾ എ സി ഡി. എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. therefore ബൈ പൈതഗോറസ് തിയറം ഈ എ ഡി എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് അല്ലേ, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, അല്ലെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് എ സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. എ സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സി സ്ക്വയർ എന്ന് പറയുന്നത് എ സിയുടെ ലെങ്ത് എത്രയാ? റൂട്ട് 2 അല്ലേ, റൂട്ട് 2 സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. സി ഡി എന്ന് പറയുന്നത് എത്രയാ? 1 ആണ്. therefore 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് റൂട്ട് 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്, 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 പ്ലസ് 1 എന്ന് പറയുന്നത് 3 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഈ എ ഡിയുടെ ലെങ്ത് എത്രയെന്ന് കിട്ടി? റൂട്ട് 3 മീറ്റർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇപ്പൊ നമുക്ക് ഈ കിട്ടിയ റൂട്ട് 3 എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് അല്ലേ, ഈ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് ആണ് നമുക്കിപ്പോ എത്രയെന്ന് കിട്ടിയത്? റൂട്ട് 3 എന്ന് കിട്ടിയത്. therefore ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ, ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ എത്രയാ? റൂട്ട് 3 മീറ്റർ. ഇനി സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് റൂട്ട് 3 ആണെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഓഫ് ദി സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് സ്ക്വയർ ആണ് അല്ലെ, സൈഡ് സ്ക്വയർ ആണ്. ഇവിടുത്തെ സൈഡിന്റെ ലെങ്ത് എത്രയാ? റൂട്ട് 3. റൂട്ട് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാ? റൂട്ട് 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 3. ഇനി ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ. ഇവിടെ നമുക്ക് മീറ്ററിൽ തന്നേക്കുന്നതുകൊണ്ടാണ് നമ്മൾ മീറ്റർ സ്ക്വയർ എന്നിട്ട്, അഥവാ സെന്റിമീറ്റർ തന്നെങ്കിൽ ഇവിടെ നമ്മൾ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ഇട്ടേനെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗർ എങ്ങനെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഫിഗർ നോക്കാം. ഇവിടെ നമുക്ക് 3 റൈറ്റ് ട്രയാങ്കിൾസ് ആണ് തന്നേക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ വരച്ച പോലെ തന്നെ ഇവിടെ ആണെങ്കിൽ 2 എണ്ണമാണ് റൈറ്റ് ട്രയാങ്കിൾ ഉള്ളത്. ഇവിടെ 3 എണ്ണം. ഇവിടെ 1 മീറ്റർ ആണ്, 1 മീറ്റർ ആണ്, ഇവിടെ 1 മീറ്റർ ആണ്, ഇവിടെ 1 മീറ്റർ ആണ്. അപ്പൊ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ഒരു സ്ക്വയറിന്റെ ഏരിയയും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്തും നമുക്ക് കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് പേര് കൊടുക്കാം. എ ബി സി ഡി, ഇവിടെ ഇ എന്ന് കൊടുക്കാം.
ഓക്കെ. ഇനി നമുക്ക് നേരത്തെ നമ്മളിവിടെ എ സിയുടെ ലെങ്ത് എത്രയെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, √2. അപ്പൊ അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കണ്ടുപിടിക്കണമെന്നില്ല. എ സി ഈസ് ഈക്വൽ ടു √2 മീറ്റർ ആണ്. ഇത് √2 ആണ്. അതുപോലെ തന്നെ എ ഡിയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. എ ഡി ഈസ് ഈക്വൽ ടു എത്രയെന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, √3 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി പ്രത്യേകം കണ്ടുപിടിക്കണമെന്നില്ല. ഇനി നമുക്ക് ഈ എ ഇ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ. ഈ എ ഡി ഇ എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ എ ഇ? അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാലോ അവിടെ. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്, കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഇ. എ ഡി ഇ എന്ന് പറയുന്ന റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാം. അതിനകത്ത് എ ഇ എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോ എ ഇ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ഡി സ്ക്വയർ പ്ലസ് ഇ ഡി സ്ക്വയർ. എ ഡി സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ. ഡി ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ഡി എന്ന് പറയുന്നത് എത്ര, √3. √3 സ്ക്വയർ പ്ലസ് ഡി ഇ എന്ന് പറയുന്നത് 1. അപ്പൊ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു √3 സ്ക്വയർ എന്ന് പറയുന്നത് ഇത് 3 ആണ്. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. ഈക്വൽ ടു √4. √4 നമുക്കറിയാം 2 ആണ്. 2 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ എ ഇ എന്ന് പറയുന്നത് എത്രയാണ്, 2 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ എ ഇ എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് അല്ലേ? അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ, ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് 2 മീറ്റർ എന്ന് കിട്ടി. നമുക്ക് ഈ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാ, ഏരിയ ഈക്വൽ ടു സൈഡ് സ്ക്വയർ. സൈഡ് സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയയും നമ്മൾ കണ്ടുപിടിച്ചു, സൈഡ് ലെങ്തും കണ്ടുപിടിച്ചു. അപ്പൊ രണ്ടാമത്തെ ഫിഗറിൽ ഏരിയ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൂന്നാമത്തെ ഫിഗർ നോക്കാം. ഇനി നേരത്തെ ഉള്ള പോലത്തെ അടുത്ത ഫിഗർ നോക്കാം. ഇവിടെ എന്താ, 4 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് തന്നേക്കുന്നത്. ഇത് 1 മീറ്റർ ആണ്, 1 മീറ്റർ ആണ്, 1 മീറ്റർ ആണ്, 1 മീറ്റർ ആണ്, 1 മീറ്റർ ആണ്. ഇത്രയും വെച്ചിട്ട് ഈ ഒരു സ്ക്വയറിന്റെ ഏരിയയും ഇതിന്റെ സൈഡ് ലെങ്തും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് നമുക്ക് ആദ്യം പേര് കൊടുക്കാം. എ ബി സി ഡി ഇ എഫ് എന്ന് പേര് കൊടുക്കാം. ഇവിടെ നമ്മൾ ഈ 3 സൈഡും നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാ, എ സി എന്ന് പറയുന്നത് √2 ആണ്. അതുപോലെ എ ഡി എന്ന് പറയുന്നത് √3 ആണ് അല്ലെ. ഇത് √2, √3, ഇത് √4. √4 ഇസ് ഈക്വൽ ടു 2. ഇത്രയും കിട്ടി അല്ലേ. എ ഇ ഇസ് ഈക്വൽ ടു 2 മീറ്റർ. ഇതെല്ലാം നമുക്ക് നേരത്തെ ആ ഒരു പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, എ എഫ് കണ്ടുപിടിക്കണം. ഓക്കെ. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാലോ. ട്രയാങ്കിൾ എ ഇ എഫ് എന്ന് പറയുന്ന ട്രയാങ്കിൾ, അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ എ എഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏത് തിയറോ അവിടെ അപ്ലൈ ചെയ്യാം, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോ കൺസിഡർ ട്രയാങ്കിൾ എ ഇ എഫ്. എ എഫ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോ എ എഫ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഹോൾ ക്യൂബ് സ്ക്വയർ അല്ലെ. അതായത് എ ഇ സ്ക്വയർ പ്ലസ് ഇ എഫ് സ്ക്വയർ. എ ഇ സ്ക്വയർ പ്ലസ് ഇ എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ഇ എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ് അല്ലെ. 2 സ്ക്വയർ പ്ലസ് ഇ എഫ് എന്ന് പറയുന്നത് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുന്നത് 1. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 1 എന്ന് പറയുന്നത് 5. √5 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു സൈഡ് എത്രയെന്ന് കിട്ടി, √5 മീറ്റർ. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് അല്ലേ. ഈ സൈഡും സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് അല്ലേ ഈ √5. അപ്പോൾ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, ലെങ്ത് ഓഫ് സൈഡ് ഓഫ് സ്ക്വയർ എത്രയാ, √5 മീറ്റർ. അപ്പോ സൈഡിന്റെ ലെങ്ത് കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഏരിയ ഈക്വൽ ടു സൈഡ് സ്ക്വയർ. അതായത് √5ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു √5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 5. ഇനി ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. therefore 5 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് അപ്പൊ എത്രയാണ്, 5 മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ.
ഫൈൻഡ് 3 ഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ റൂട്ട് 2 ആൻഡ് ലെസ് ദാൻ റൂട്ട് 3. അതായത് റൂട്ട് 2വിനെ കാട്ടി വലുതും റൂട്ട് 3നെ കാട്ടി ചെറുതുമായിട്ടുള്ള 3 ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, റൂട്ട് 2വിനെ കാട്ടി വലുതും റൂട്ട് 3നെ കാട്ടി ചെറുതുമായിട്ടുള്ള 3 ഫ്രാക്ഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എന്താ, റൂട്ട് 2വിനെ കാട്ടി വലുതും റൂട്ട് 3നെ കാട്ടി ചെറുതും. അതായത് ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് കിടക്കുന്ന 3 ഫ്രാക്ഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ റൂട്ട് 2വിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ഞാൻ പഠിച്ചു വെക്കാൻ പറഞ്ഞിരുന്നു. എത്രയാ? 1.414 ആണ് അല്ലെ. അതുപോലെ റൂട്ട് 3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 1.732 എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ഡെസിമൽ വാല്യൂസ് അല്ലേ കിട്ടിയിരിക്കുന്നത്. ഈ രണ്ട് ഡെസിമൽ നമ്പേഴ്സിന്റെയും ഇടയ്ക്കുള്ള നമ്പേഴ്സ് നമുക്ക് ഈസി ആയിട്ട് എഴുതിക്കൂടെ? ഇടയ്ക്കുള്ള ഡെസിമൽ വാല്യൂസ് നോക്കിയേ. 1.4ന്റെയും 1.7ന്റെയും ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂ അല്ലേ 1.5. അതുപോലെ തന്നെ 1.6ഉം ഈ ഒരു 1.414ന്റെയും 1.732ന്റെയും ഇടയ്ക്കല്ലേ കിടക്കുന്നത്. അതുപോലെ തന്നെ 1.7ഉം ഇതിന്റെ ഇടയ്ക്കല്ലേ കിടക്കുന്നത്. ഇതെന്ന് പറയുന്നത് 1.732 അല്ലേ. ഈ 1.7 എന്ന് പറയുന്നത് അതിന്റെ മുമ്പായിരിക്കും 1.7 എന്ന് പറയുന്നത്. അപ്പോ ഈ 1.414ന്റെയും 1.732ന്റെയും ഇടയ്ക്ക് കിടക്കുന്ന 3 ഡെസിമൽ നമ്പേഴ്സ് നമുക്ക് കിട്ടി. 1.5, 1.6, 1.7. പക്ഷേ നമുക്ക് ഈ റൂട്ട് 2വിന്റെയും റൂട്ട് 3യുടെയും ഇടയ്ക്ക് കിടക്കുന്ന ഡെസിമൽസ് ആണോ വേണ്ടത്? അല്ല, നമുക്ക് എന്താ വേണ്ടത്? ഫ്രാക്ഷൻസ് ആണ് വേണ്ടത്. ഈ ഡെസിമലിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാലോ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഈ 1.5നെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആക്കി എഴുതാം? 15. ആദ്യം ഈ ഡെസിമൽ മാറ്റി എഴുതുക. 15 ഡിവൈഡഡ് ബൈ 10. 10 എങ്ങനെയാ വന്നത്? ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ആ ഉള്ളത്? ഒരു ഡെസിമൽ പ്ലേസ് അല്ലേ ഉള്ളത്. 0.5 എന്ന് പറയുന്ന 0.5 എന്ന് പറഞ്ഞാൽ ഒരു ഡെസിമൽ പ്ലേസ് ആ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു 0 ഇട്ടാൽ മതി. അതേപോലെ തന്നെ ഈ 1.6നെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കി എഴുതാം? ഈ 1.6നെ ഡെസിമൽ മാറ്റി 16 എന്ന് എഴുതുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ 10. എങ്ങനെയാ 10 വന്നത്? ഇവിടെ ഒരു ഡെസിമൽ പ്ലേസേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 0 എഴുതിയാൽ മതി. ഈ 1.7നെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാം? 17 ഡിവൈഡഡ് ബൈ 10. therefore നമുക്ക് 3 ഫ്രാക്ഷൻസ് കിട്ടി അല്ലെ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇതിനെ നമുക്ക് 5 വെച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും ഈ 15/10നെ നമുക്ക് എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ 16/10നെ നമുക്ക് എങ്ങനെ എഴുതാം? 8/5. 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 8/5. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. therefore 17/10. therefore 3 fractions greater than root 2 and less than root 3 എന്ന് പറയുന്നത് ഏതൊക്കെയാ? 3/2, 8/5, 17/10. അപ്പൊ 3 ഫ്രാക്ഷൻസ് എഴുതി എങ്ങനെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ.